അത്താഴപൂജ കഴിഞ്ഞിട്ട് ഏകദേശം 8-8:05 കൂടിയിട്ടാണ് നട തുറക്കുക. പിന്നെ ഏകദേശം 9 മണി വരെ ഭക്തർക്ക് ദർശിക്കാനായിട്ട് സാധിക്കും കേട്ടോ. 9 മണിക്കാണ് വിളക്കെഴുന്നള്ളിപ്പ് വരുന്നത്. അങ്ങനെ 9 മണിയോട് കൂടിയിട്ടാണ് രാത്രി വിളക്കെഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കുക കേട്ടോ. 3 ആനകളോടൊക്കെ കൂടിയിട്ട് വിപുലമായ ചുറ്റുവിളക്കൊക്കെ ഉണ്ടായിരിക്കും. ഗംഭീരമായിട്ടാണ് ഭഗവാൻ ആനപ്പുറത്ത് എഴുന്നള്ളുക. അത് കാണാൻ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. അതോടൊപ്പം ഭക്തരെ ഇങ്ങനെ അനുഗമിച്ചുകൊണ്ട് ഭഗവാന് ചുറ്റുമായിട്ട് ആ ഒരു പ്രദക്ഷിണം കൂടെ നടത്താറുണ്ട്. അത് കാണുന്നതും ഒപ്പം പ്രദക്ഷിണം വെക്കുന്നതും തന്നെ വളരെ ഉത്തമമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ വിളക്കെഴുന്നള്ളിപ്പിന് ശേഷം ഭഗവാൻ ശ്രീലകത്തേക്ക് പ്രവേശിച്ചിട്ടാണ് തൃപ്പുക എന്നുള്ള ഒരു ചടങ്ങ് വരുന്നത്. അതായത് ഭഗവാന് ഉറങ്ങാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അഷ്ടഗന്ധം പുകയ്ക്കും കേട്ടോ. അതിനെയാണ് തൃപ്പുക എന്ന് പറയുക. അപ്പോൾ തൃപ്പുക കഴിഞ്ഞിട്ട് ആ കൊടിവിളക്കിലുള്ള നെയ്യ് ഭക്തർക്ക് പ്രസാദമായിട്ട് നൽകും. അതിപ്പോൾ നൽകുന്നത് തുലാഭാര കൗണ്ടറിൻ്റെ അടുത്ത